ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റവ കേസരിയാണ്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം പാൻ വെച്ചു, 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കശുവണ്ടി പരിപ്പ് ഇട്ടു. അത് വറുത്തെടുത്തതിൻ്റെ ശേഷം പിന്നെ മുന്തിരിയും പിന്നെ റവയും വറക്കാം. അപ്പോൾ ആദ്യം കാഷ്യൂനട്ട് എടുത്തു. ഇനി മുന്തിരി അതിലേക്ക് ഇട്ടു. മുന്തിരി ആയതിൻ്റെ ശേഷം റവ വറുത്തെടുക്കാം. നന്നായിട്ട് റവ വറുത്തെടുക്കണം. കുറച്ചൊരു ഗോൾഡൻ കളറൊക്കെ വരണ വരേക്കും വേണം റവ വറുക്കാൻ. അപ്പോൾ അങ്ങനെ കാഷ്യൂനട്ട് എടുത്ത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ 1 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല വറുത്തെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി കുറച്ചും കൂടെ കുഴഞ്ഞ് വരണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളർ വരണ വരയ്ക്കും വറുത്തെടുക്കുക. ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി പാന് വെച്ചു. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല തിളച്ചതിൻ്റെ ശേഷം റവ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. നല്ല കട്ടിയാവണ വരേക്കും ഇളക്കണം. ഇതെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ മധുര പലഹാരം ആയതുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഇത് കട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇതിൽ നെയ്യും പിന്നെ കളറ് ഒഴിക്കാം. പിന്നെ ഇനി പഞ്ചസാര. പഞ്ചസാര വന്നിട്ട് 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒന്നിച്ചിടരുത്, പകുതി പകുതിയായിട്ട് ഇടുക. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടതിൻ്റെ ശേഷം കുറച്ച് നല്ല ഇളക്കി അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഇതാവണ വരയ്ക്കും. അതിൻ്റെ ശേഷം രണ്ടാമത് ഇട്ടാൽ മതി. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് ഒക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വേണം. പിന്നെ ഇനി ഇതിലേക്ക് നെയ്യും ഏലക്കാപ്പൊടി പിന്നെ കളറും നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയി. ഇനി ഇതിലേക്ക് കുറച്ച് 2-3 സ്പൂണൊക്കെ നെയ്യ് ഒഴിക്കാം. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാം. നെയ്യ് ടേസ്റ്റൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒഴിക്കാം. അപ്പോൾ ഞാൻ 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതായതിന് ശേഷം ഇനി ആ കളറ് ഞാൻ ലെമൺ യെല്ലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നുള്ളി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഇടരുത്, വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇതൊക്കെ ഇളക്കിയതിൻ്റെ ശേഷം നമുക്കതൊന്ന് എടുത്ത് നോക്കി വെക്കാം. കയ്യുമ്പിൽ ഒട്ടണമൊന്നുമില്ല ഇത്. അപ്പോൾ അങ്ങനെ ഇനി വറുത്ത് വെച്ചിരിക്കുന്നത് കാഷ്യൂനട്ടും മുന്തിരിയും അതിലിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.